ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മിതൂസ് വേൾഡ്. നമുക്കിന്നൊരു ഏലത്തോട്ടത്തിലെ വിശേഷം കണ്ടാലോ? ഇതാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഏലത്തോട്ടമാണ്. അപ്പം ഏലമരമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏലക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടോ? ഇതാണെങ്കിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന ഏലത്തോട്ടമായിരുന്നു. നമ്മൾ കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് നിറയെ ചെമ്പരത്തികളുണ്ട് ഇവിടെ കേട്ടോ. ചെമ്പരത്തികളാൽ സുലഭമാണ്. അതുപോലെ തന്നെ നോക്കിയേ, എൻ്റെ മോനാണെങ്കിൽ കിട്ടിയ അവസരത്തിന് അവൻ യൂട്ടിലൈസ് ചെയ്ത് എല്ലാത്തിനും വെള്ളം ഒഴിക്കുക കേട്ടോ. അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ ഉള്ള കാര്യമൊക്കെ. നമ്മൾ ഏലമരത്തിന് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. മരമല്ല, അത് ചെടിയാണ്. പിന്നെ ഈ ചെമ്പരത്തിയുടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണ്ട, പഴയ കാലത്തേക്ക് പോയി. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി താളി, ഈ ചെമ്പരത്തി ഇല, ഇതെല്ലാം നമ്മൾ തലമുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എല്ലാം ചെമ്പരത്തികളുണ്ടല്ലോ, നാട്ടിൽ പോകുമ്പോൾ ഇച്ചിരി നാടൻ ചെമ്പരത്തി ഇല കൊണ്ടുപോയി താളിയൊക്കെ ഉണ്ടാക്കി ഒന്ന് തേച്ച് കുളിക്കണം. ഇതെന്താണ് ഇവിടെ എല്ലാം ചെമ്പരത്തികളുടെ മാത്രമായിട്ട് ഇങ്ങനെ കുറേ ഏരിയകളിലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ ടെക്നിക്കും ട്രിക്കും മനസ്സിലായത് കേട്ടോ. അത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ ഏലത്തിന് കാറ്റടിക്കുമ്പം ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, ഡയറക്റ്റ് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അത് ഈ പോകുന്ന വഴിക്കെല്ലാം ഞാനിത് കണ്ടെങ്കിലും എനിക്കത് അന്നേരം ചോദിക്കാൻ തോന്നിയില്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇവരെല്ലാം കൂടെ, നമുക്കിവിടെ ഒരു കിണറുണ്ട് ഏലത്തോട്ടത്തിനിടയ്ക്ക്, അതുപോലെ തന്നെ ഒരു ചെറിയ ഡാമുണ്ട്. ആ കിണറിലെ വെള്ളമൊക്കെ വറ്റിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം മഴയുടെ സീസണാണല്ലോ, നല്ല വെള്ളം കിട്ടാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്കിവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടോട്ടുള്ള പൈപ്പ് ലൈനും എല്ലാം നമുക്ക് ഈ കിണറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കിണർ വൃത്തിയായി കിടന്നാലല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ഡാം ഇതാണ് കേട്ടോ. മോൻ ആ ഏലത്തിന് വെള്ളമൊഴിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് ഡാമിൽ വന്നതേ മീൻ പിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവൻ ഭയങ്കര ആകാംക്ഷയോടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല, നിറയെ മീനുണ്ട്. പിന്നെ നമ്മൾ ഈ ഏലത്തോട്ടത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കിനെ ഒരു വടിയൊക്കെ കയ്യിലായിട്ടേ നടക്കത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഇഴജന്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. നേരിട്ട് 2 പെരുമ്പാമ്പിനെ തന്നെ ചെന്നന്ന് ഞങ്ങൾക്ക് കാണാനിടയായി രാത്രിയിൽ. അതുപോലെ ആനകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇറങ്ങി വരുന്നത് കേട്ടോ. ഇവിടുത്തെ വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. മലകളും കുന്നുകളും, ഇത് നമ്മൾ ആ വീടിൻ്റെയും ഏലമരത്തിൻ്റെ ചോട്ടിലുമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്ന വ്യൂസാണ്. ഇവർ കിണർ തേകാനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ കാറ്റാടി മരമൊക്കെ നമുക്ക് റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. ഇത് വൈകുന്നേരത്തെ വ്യൂ ആണ്, അടിപൊളിയാണ്. എല്ലാവരും സപ്പോർട്ട്